ഈ കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഇലിമ്പിക്ക. ഇലിമ്പപ്പുളി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഇലിമ്പിയാണ്. ഇത് നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. നിറച്ച് കായ്ച്ചെന്ന് പറഞ്ഞാൽ സകല ഏരത്തേലും എല്ലാം നിറയെ കായാണ് ഇലിമ്പിക്ക. ഇലിമ്പിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി ഗുണങ്ങളുള്ളൊരു സാധനമാണ്. ഇതുകൊണ്ട് നമുക്ക് നല്ല അച്ചാറിടാം, നല്ല സൂപ്പർ അച്ചാറിടാം. ഇത് വെച്ച് നമുക്ക് വൈൻ ഉണ്ടാക്കാം. വൈൻ, ഈ ഇലിമ്പിക്കായും ഇച്ചിരി മുന്തിരിയും കൂടെ ചേർത്ത് വൈൻ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല വീര്യമുള്ള വൈൻ കിട്ടും. വൈൻ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. ഇതുകൂടാതെ ഈ സാധനം നമുക്ക് ഈ ലോഷൻ ഉണ്ടാക്കാനൊക്കെ, അതായത് ക്ലീനിങ് ലോഷൻ ഉണ്ടാക്കാനും ഈ ഇലിമ്പിക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത് നല്ല, ഉദാഹരണം പറഞ്ഞാൽ നല്ല നല്ല സ്ഥലങ്ങൾ, നമ്മളെ ഫുഡ് പ്ലേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും എവിടെ ക്ലീൻ ചെയ്യാനും നല്ല രീതിയിലുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ക്ലീനിങ് ലോഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് എങ്ങനെയാണ് ഇലിമ്പപ്പുളി വെച്ച് ഈ ഇലിമ്പിക്ക വെച്ച് എങ്ങനെയാണ് ലോഷൻ ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു നല്ല വിഷാംശമൊന്നും ഇല്ലാത്ത നല്ലൊരു സാധനമാണ് ഇലിമ്പിക്ക. പിന്നെ ഇത് കണ്ടമാനം കഴിക്കുന്നത് നല്ലതല്ലെന്ന് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ തൈ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇലിമ്പിക്ക നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാകും. ഒരു വിഷവുമില്ലാത്ത അച്ചാർ നമുക്ക് ഉണ്ടാക്കി വെക്കാം. തീരുന്നതനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതൊന്ന് ഇതിപ്പോൾ കാഴ്ച വയ്ക്കാതെ നിങ്ങളെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പിഞ്ചായിട്ടിരിക്കുന്ന സമയത്തൊക്കെ പറിക്കുകയാണ് നമുക്ക് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻകറി, ചെമ്മീൻ, മറ്റേ തേങ്ങ കൊണ്ടുള്ള മീൻകറി, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ട്. അതിനെല്ലാം പുളിക്ക് വേറെ ഇടാൻ അടിപൊളിയാണ്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല പുളിയാണ്.